വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നുള്ള വലിയ ഒരു ചരിത്ര നിയോഗമാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് നിർമ്മിക്കുന്ന ഭവനങ്ങളുടെ നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് UAE ഫാത്തിമ ഹെൽത്ത് ഗ്രൂപ്പ് ചെയർമാൻ ബഹുമാനനായ ഡോക്ടർ KP ഹുസൈൻ സാഹിബ് അവർകളാണ്. മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വേദവാക്യം അവതരിപ്പിക്കുന്നത് ഹാഫിള തമന്ന ഷാൻ. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. السلام عليكم ورحمة الله. നിങ്ങളുടെ മുഖങ്ങളെ ഉദയസ്ഥാനത്തിന്റെയും അസ്തമന സ്ഥാനത്തിന്റെയും നേർക്ക് തിരിക്കലല്ല പുണ്യം. എന്നാൽ പുണ്യം ദൈവത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കലും ധനം അതിനോട് പ്രിയമുള്ളപ്പോൾ തന്നെ കുടുംബ ബന്ധമുള്ളവർക്കും അനാഥകൾക്കും അഗതികൾക്കും യാത്രക്കാരനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും ചെലവഴിക്കലുമാണ്. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും കരാർ ചെയ്താൽ അത് നിറവേറ്റലുമാണ് പുണ്യം. വിഷമതയിലും കഷ്ടതയിലും സന്നിഗ്ധ ഘട്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളുന്നവരാണവർ.
അങ്ങനെയുള്ളവർ സത്യം പറഞ്ഞവരും സൂക്ഷ്മത പാലിക്കുന്നവരുമാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ അൽ ബഖറ 177-ാമത്തെ വചനം. പ്രിയമുള്ളവരെ, ചരിത്രഭാഗമായി തീരുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ പ്രൗഢമായ ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ സെക്രട്ടറി ബഹുമാനനായ MK നൌഫൽ സാഹിബാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വലിയ ദുരന്തമായിരുന്നു ഇവരെ മുണ്ടക്കൈ ദുരന്തം. 250-ലധികം ആളുകൾ മരണപ്പെടുകയും അനേകം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും കുറേ ആളുകളെ ഇന്നും കിട്ടാതിരിക്കുകയൊക്കെ ചെയ്ത വളരെ പ്രയാസപ്പെടുത്തിയ ആ ഒരു ദുരന്തത്തിൽ നമ്മളെ കേരളം മുഴുവനും ഒന്നിച്ചു നിന്ന് ആ ഒരു സമയത്ത് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കുറേ ആളുകളെ രക്ഷപ്പെടുത്താനും ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇന്നതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന ആൾക്ക് വീട് നഷ്ടപ്പെട്ട ഏതാനും ആളുകൾക്ക് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഒരു ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനമാണ്, തറക്കല്ലിടൽ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചെന്ന എല്ലാ ആളുകൾക്കും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷം വഹിക്കുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് വയനാട് ചാപ്റ്ററിൻ്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പദ്ധതി നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതിയോടുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി വിശദീകരിക്കുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ പ്രസിഡന്റ് KV നിയാസ് ആണ്. ഈ തറക്കൽ ഇടൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കറിയാം, ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഏത് പ്രോഗ്രാം ആണെങ്കിലും വർഷങ്ങളോളമായി നമ്മുടെയുമായി വളരെയധികം ആത്മാർത്ഥമായി സഹകരിക്കുന്ന UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാത്തിമ ഹെൽത്ത് കെയറിന്റെ ചെയർമാൻ കൂടെയായ ഡോക്ടർ KP ഹുസൈൻ സാഹിബാണ്. അദ്ദേഹത്തെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന് വേണ്ടി ആദരപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിലിവിടെ നമ്മുടെ പ്രോഗ്രാമിൽ ആശംസ അറിയിക്കുന്നത് മുപ്പനാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷൈബാൻ സലാം, അവരെയും ആദരപൂർവ്വം ഈ സ്വാഗതം ചെയ്യുകയാണ്. സീതാ വിജയൻ, ചെയർപേഴ്സൺ പൊതുമരാമത്ത് വയനാട്ടിന്റെ പൊതുമരാമത്ത് ഇതിലുള്ള സീതാ വിജയനെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KNMന്റെ വൈസ് പ്രസിഡന്റ് KM സേതൽവി എഞ്ചിനീയറെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KNM വയനാടിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അമ്പലവയലിനെയും സ്വാഗതം ചെയ്യുന്നു. UAE നാഷണൽ കമ്മിറ്റിയുടെ ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റ് കൂടിയായ മുജീബ് റഹ്മാനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ISM കേരളയുടെ ഈ നാട്ടുകാരനും കൂടിയായ ഫാസിൽ മുട്ടിലിനെയും സ്വാഗതം ചെയ്യുന്നു. MCF വയനാടിന്റെ ചെയർമാനും കൂടിയായ മുസ്തഫ ഫാറൂഖിയെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇവിടെ വീട് നിർമ്മാണത്തിനുള്ള കുറേ ആളുകൾ സ്പോൺസർ ചെയ്ത കുറേ ആളുകൾ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തുള്ള കാക്കൂറിനെയും സ്വാഗതം ചെയ്യുന്നു. ഫോക്കസ് സൗദിയുടെ വെൽഫെയർ ചെയർമാൻ കൂടിയായ സഹദ് റഹ്മാനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുപ്പനാട് ഗ്രാമപഞ്ചായത്തിന്റെ AK റഫീഖ് സാഹിബിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുപ്പനാട് ഗ്രാമപഞ്ചായത്തിന്റെ PK സാലിം സാഹിബിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുപ്പനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ K കേശവൻ സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ മുപ്പനാട് ഗ്രാമപഞ്ചായത്തിലെ VN ശശീന്ദ്രൻ സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ മുപ്പനാട് ഗ്രാമപഞ്ചായത്തിലെ ഉണ്ണികൃഷ്ണൻ സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റു പേര് പറയാത്ത കുറേ
ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ഒന്നിച്ച് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മസ്ജിദുൽ ഇഹ്സാൻ പ്രസിഡന്റ് ആലിക്കുട്ടി സാഹിബിനെയും സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വിവിധ മഹല്ല് പ്രതിനിധികൾ, അമ്പല കമ്മിറ്റി പ്രതിനിധികൾ, ചർച്ച് പ്രതിനിധികൾ, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, മേപ്പാടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രതിനിധികൾ, മുപ്പിനാട് പാലിയേറ്റീവ് പ്രതിനിധികൾ, ഇവിടെയുള്ള ചുറ്റുപാടത്തുള്ള വ്യാപാരികൾ, ഡ്രൈവർമാര്, ഓട്ടോറിക്ഷ ഡ്രൈവർമാര്, മറ്റു സന്നദ്ധ പ്രവർത്തകർ, ഇവരൊക്കെ ആയിരുന്നു ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഇവരെ സഹായിച്ച ആളുകൾ. ബാക്കിയുള്ള കോഴിക്കോട് നിന്നും ബാക്കിയുള്ള ആളുകളൊക്കെ എത്തുന്നതിന് മുമ്പ് ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഈ ഒരു സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാം നന്ദി പറയുന്നത് മസ്ജിദുൽ ഇഹ്സാന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഫസൻ റഹ്മാനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അധ്യക്ഷ സഹിതം സഹിക്കാൻ വേണ്ടിയിട്ട് വയനാട് ചാപ്റ്റർ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലെ ഏറ്റവും ആദരണീയനായ ഡോക്ടർ ഹുസൈൻ സാർ, സമാദരണീയനായി വേദിയിലുള്ള വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനപ്രതിനിധികളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് മോർണിംഗ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഗ്രാമത്തിന് സന്തോഷം പകരുന്ന ഒരു നന്മയിൽ സാക്ഷികളാകാൻ അവസരം ലഭിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്, സന്ദർഭമാണ് നമ്മളിപ്പോഴും പങ്കുവെക്കുന്നത്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധികളും മറ്റു സാമൂഹിക, സാംസ്കാരിക, മത രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഇതിന് സാക്ഷികളാവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെ പോലെ തന്നെ ബഹുമാന്യരാണ് താഴെയിരിക്കുന്ന ഈ പ്രതിനിധികളും. സ്റ്റേജിന്റെ വലിപ്പക്കുറവ് കൊണ്ട് അവർ താഴത്ത് ഇരുന്നു എന്നേയുള്ളൂ. ഏതായിരുന്നാലും കഴിഞ്ഞ വർഷമുണ്ടായ മുണ്ടക്കൈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരു വെളിപ്പാടകലെ എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. നമ്മുടെ നാട്ടിൽ മഴയും അതുപോലെ പ്രളയവുമൊക്കെ തീവ്രമാകുമ്പോൾ അതിൻ്റെ കെടുതികൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാവുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ജില്ല. 2018 പ്രളയവും 2019 പ്രളയവും 2020 പുത്തുമലയിലുള്ള ഉരുൾപൊട്ടലുമൊക്കെ നമ്മുടെ മനസ്സിൽ മാഞ്ഞു പോകുന്നതിന് മുമ്പാണ് കഴിഞ്ഞ വർഷവും അതിനേക്കാളും തീവ്രമായ, നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന ഈ ദുരന്തം ഉണ്ടായത്. അത് പടച്ചവന്റെ നിശ്ചയമായിട്ട് ഈ പ്രകൃതിയിൽ അവൻ നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന, സംഭവിക്കുന്ന കാര്യങ്ങളായി മനസ്സിലാക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അത്തരം ദുരന്തങ്ങൾ ഒരു ഭാഗത്ത് നമ്മെ സങ്കടപ്പെടുത്തുകയും അതിന്റെ ഓർമ്മകൾ ഒരു നെടുവീർപ്പായി മനസ്സിൽ ബാക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് സ്നേഹത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും കരുതലിന്റെയും വലിയ വലിയ നിലക്കാത്ത വാഗ്ദാനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ മനുഷ്യ സമൂഹം ഇത്തരം പ്രവർത്തനങ്ങളോട് എത്രമേൽ ആത്മാർത്ഥമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നതിന്റെ കൂടി ഒരു തെളിവാണ്. അന്ന് പ്രഖ്യാപിക്കുകയും നാം കേൾക്കുകയും ചെയ്ത പുനരധിവാസ പദ്ധതികളിൽ സർക്കാരിൻ്റേതുൾപ്പെടെ ചില ഏജൻസികളൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു.
ഒറ്റയും തറ്റയുമായ വ്യക്തികൾ അവരുടെ തലത്തിൽ നിന്നുകൊണ്ടും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാൽവപ്പാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് അതിന്റെ ഈ സംരംഭം. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൈകൾ കോർക്കുകയാണ്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളോ ലാഭങ്ങളോ കണ്ടുകൊണ്ടല്ല. മനുഷ്യരെ സ്നേഹിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവരുമായി പങ്കുവെക്കുവാനും എല്ലാ നിലക്കും അവശരായ, അശരണരായ, നിരാരംഭരായ ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുവാനുമാണ് 3 പതിറ്റാണ്ട് മുമ്പ് ഈ ഒരു വേദി തുടക്കം കുറിച്ചത്. കാര്യമായ പ്രകടനപരതയൊന്നുമില്ലാതെ നിശബ്ദമായി തന്നെയാണ് ഇത് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്ന അതിന്റെ ഒരു വാഹനത്തിൽ നിന്ന് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ നാട്ടുകാരായ നമ്മുടെ മനസ്സിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സിനെ പറ്റി ഇപ്പോൾ പരിചയമുള്ളത്. അതിന്റെയും അപ്പുറത്ത് എത്രയോ അധ്യായങ്ങൾ മനുഷ്യ സേവനത്തിന് വേണ്ടി അവർ രചിച്ചിട്ടുണ്ട്. എത്രയോ പേർക്ക് ഇന്നും ജീവൻ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ നല്ല ജീവിച്ചിരിക്കുന്ന സ്മാരകമായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഈ ഭവന നിർമ്മാണ പദ്ധതി അവരുടെ മനുഷ്യ സേവന പ്രവർത്തന രംഗത്ത് പുതുമയുള്ള കാര്യമല്ല. ഇതുവരെ അവർ ചെയ്തിരിക്കുന്ന പല പദ്ധതികളിലേക്ക് കൂടി ചേർത്ത് വെക്കാവുന്ന ഒരു പൊൻതൂവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. അതിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ അല്പം കാലതാമസം ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു ഗ്രാമത്തിൽ തന്നെ വളരെ ഉചിതമായ ഭൂമി ലഭിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഈ നാട്ടിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ക്രൈസ്തവ സുഹൃത്തുക്കളുമായി ഒരു മനസ്സായിട്ടാണ് ജീവിക്കുന്നത്. പള്ളിയും അമ്പലവും ചർച്ചും ഈ നാടിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ കരുതലിന്റെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന സ്മാരകമായിട്ടാണ് നമ്മളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അതിഥികളായി ഇവിടെ താമസിക്കാനിരിക്കുന്ന ഈ സഹോദരങ്ങളെ, ഈ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഈ ഗ്രാമത്തെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സാധാരണ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ പരിചയപ്പെടുത്താറുള്ളത് ഇരകൾ എന്നാണ്. ആ വാക്ക് നാം ഇന്നത്തതോടുകൂടെ മറക്കുകയാണ്. അവർ ഈ പറയുന്ന വീടിന്റെയും സ്ഥലത്തിന്റെയും ഉടമകളാണ്, ഇരകളല്ല. സാധാരണ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനവും അന്തസ്സും വ്യക്തിത്വവുമെല്ലാം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാവുന്ന സാമൂഹികമായ അന്തരീക്ഷം ഈ ഗ്രാമത്തിൽ അവർക്ക് ലഭിക്കും എന്നത് എടുത്തു പറയാവുന്ന ഒരു കാര്യവും കൂടിയാണ്. ഇതിന്റെ എല്ലാം നമുക്ക് പിന്നിൽ പ്രവർത്തിച്ച് പ്രോത്സാഹനമായി നിൽക്കുന്ന വ്യക്തിത്വത്തെ ബഹുമാനനായ ഡോക്ടർ ഹുസൈൻ സാറിനെ അനുസ്മരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഇതിനു മുമ്പും ഇതുപോലെയുള്ളതും ഇതിനേക്കാൾ പ്രധാനവുമായ പല സന്ദർഭങ്ങൾക്കും കൈത്താങ്ങായി നിന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സുമനസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു നല്ല പുണ്യമായി ബാക്കി നിൽക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെയെല്ലാം മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥന. ഇത് കേവലം ഒരു വ്യക്തിയെ കൊണ്ട്, ഒന്നോ രണ്ടോ വ്യക്തികളെ കൊണ്ട് പൂർത്തിയാക്കാവുന്ന കാര്യമല്ല. ധാരാളം മനുഷ്യ വിഭവങ്ങളും സാമ്പത്തിക ശേഖരങ്ങളും മറ്റു സാങ്കേതികമായ സംവിധാനങ്ങളും സഹായങ്ങളും പിന്തുണക്കായിട്ട് നമുക്ക് വേണ്ടിവരും. അവയെല്ലാം ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കും എന്നതും ഉറപ്പുള്ള കാര്യമാണ്. നേരത്തെ ഈ
വിഷയത്തിലേക്ക് വീടുകളും മറ്റും സംഭാവന സ്പോൺസർ ചെയ്ത വ്യക്തികളുടെ ഏതാനും പേരുകൾ പ്രിയപ്പെട്ട നൗഫൽ അനുസ്മരിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള സുമനസ്സായ ആളുകളെ കൂടി നന്ദിപൂർവം ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയും അവർക്ക് നമ്മുടെയെല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഒത്തുപിടിച്ചാൽ ഒരേ മനസ്സോടുകൂടെ ഒരേ നെയ്യത്തോടുകൂടെ പ്രതീക്ഷാപൂർവം അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ ഏത് കാര്യവും നിഷ്പ്രയാസം വിജയിക്കും എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണവും കൂടിയാണ് ഈ ഒരു സന്ദർഭം. നമുക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ പദ്ധതി വിശദീകരണം നടത്തുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചെയർമാൻ ബഹുമാനനായ KV നിയാസ് സാഹിബാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സുദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി നമ്മുടെ ഈ പദ്ധതിക്ക് തറക്കല്ലിടുന്നതും ഈ ഭൂമി പൂർണ്ണമായും ഏകദേശം 55 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ വീടുകളുടെ മുഴുവൻ ഭൂമിയും KP ഹുസൈൻ സാഹിബാണ്, ഡോക്ടർ KP ഹുസൈൻ സാഹിബാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രളയകാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന നിലക്ക് ഈ പ്രദേശത്ത് അന്നുണ്ടായിട്ടുള്ള വലിയ ദുരന്തത്തിൽ അദ്ദേഹം അങ്ങ് ദുബായിൽ നിന്ന് നമ്മോട് വിളിച്ചു ചോദിച്ചത് വയനാട്ടിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ വയനാട് ചാപ്റ്ററുമായി സഹകരിച്ചുകൊണ്ട് അന്ന് നമ്മള് ഭക്ഷണവും അതുപോലെ തന്നെ പാർപ്പിട സൗകര്യവും അതുപോലെ മിംസുമായി സഹകരിച്ച് ഇവിടുത്തെ ടഫ എന്ന സംഘടനയുമായി സഹകരിച്ച് അദ്ദേഹം വീടിനുള്ള തറക്കുള്ള മുഴുവൻ ഫണ്ടും അദ്ദേഹം അനുവദിക്കുകയുണ്ടായി. അതുപോലെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ മുഴുവൻ പദ്ധതികളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു പദ്ധതിയും ഉണ്ടാവില്ല. നമ്മൾ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വയനാട് ജില്ലയിലെ നിരവധി ആളുകൾക്ക് അദ്ദേഹം ചെറിയ കുട്ടികൾക്ക് സൗജന്യമായി 100ഓളം കുട്ടികൾക്ക് അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുകയുണ്ടായി. കൂടാതെ 200 കോടി രൂപയാണ് ഈ സമൂഹത്തിന് അദ്ദേഹം കിഡ്നി രോഗനിർണയ ക്യാമ്പിലൂടെ നേടിക്കൊടുത്തിട്ടുള്ളത്. നേരത്തെ കിഡ്നി രോഗം കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ നേരത്തെ ഇവിടെയൊക്കെ ഓടിയിട്ടുള്ള ആ വാഹനം അദ്ദേഹം സ്പോൺസർ ചെയ്യുകയും ലാബ് സൗകര്യത്തോടു കൂടിയുള്ള ഒരു വാഹനം സ്പോൺസർ ചെയ്ത് ഡയാലിസിസ് സെന്ററുകൾക്ക് പകരമായി ഈ സമൂഹത്തിൽ കിഡ്നി രോഗികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കേരളത്തിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 800-ലധികം ക്യാമ്പുകൾ അദ്ദേഹത്തിന്റെ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഹെൽപ്പിംഗ് ഹാൻഡ്സിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നിരവധി എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും അദ്ദേഹത്തിന്റെ ഒരു വിഹിതം ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് വയനാട്ടിലെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അദ്ദേഹം എല്ലാ സമയത്തും ഫണ്ട് കണ്ടെത്താറുള്ളത്. ഇപ്പോഴും ഈ അവസാന സമയത്തുണ്ടായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ഈ പ്രളയകാലത്തും വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ദീർഘവീക്ഷണമുള്ള ആ ചാരിറ്റി, ആദ്യമായി കേരളത്തിൽ വീട് പ്രഖ്യാപിക്കാൻ ധൈര്യം നൽകിയത് അദ്ദേഹം തന്നെയാണ്.
തീർച്ചയായിട്ടും കേരളത്തിൽ പ്രളയം നടന്ന് പിറ്റേ ദിവസം 20 വീട് പ്രഖ്യാപിക്കാനുള്ള സ്ഥലം അദ്ദേഹം വാങ്ങിത്തരാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സിന് ഈ ഒരു പദ്ധതിക്ക് ഊർജ്ജം നൽകിയിട്ടുള്ളത്. വീടുകൾ നിരവധി ആളുകൾ നൽകിയെങ്കിലും സ്ഥലമാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. ഇപ്പൊ നമുക്കറിയാം, അതിനുശേഷം ഗവൺമെന്റ്, മറ്റു സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രഖ്യാപിച്ചുകൾ വീടുകൾ ആരംഭിക്കാനുള്ള പണി ആരംഭിച്ചപ്പോൾ നമ്മൾ നിരവധി സ്ഥലങ്ങൾ കണ്ടെത്തിയെങ്കിലും നല്ല ഫ്ളാറ്റായ 1 ഏക്കറിനടുത്ത് സ്ഥലം അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാ, ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്കതിന്റെ വർക്കുകൾ തുടങ്ങാൻ സാധിക്കും. അങ്ങനെയുള്ള ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ബഹുമാന്യനായ KP ഹുസൈൻ സാഹിബാണ്. ഡോക്ടർ KP ഹുസൈൻ സാഹിബിനെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, വയനാടുകാർക്ക് വേണ്ടി അദ്ദേഹത്തെ ഈ പദ്ധതിയിലേക്ക്, നമുക്ക് വേണ്ടി ഭൂമി നൽകിയിട്ടുള്ള ഈ പദ്ധതിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം കേരളത്തിലെ വിവിധ ചാരിറ്റി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 15 വർഷമായി ഹെൽപ്പിംഗ് ഹാൻഡ്സുമായി സഹകരിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി വീടുകളിൽ കുഴഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ സർവേ എടുത്തപ്പോൾ വയനാട് ജില്ലയിൽ നിരവധി ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരത്തിൽ നിന്ന് വീണിട്ടും, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ 68 ആളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓരോ മാസവും പെൻഡിങ്ങിലുള്ളത് റിഹാബ് എന്ന പദ്ധതിക്ക്. അതിന് അദ്ദേഹം അതിന്റെ സ്ഥലം വാങ്ങുന്നതിലേക്കും അതിന്റെ ബിൽഡിങ്ങിലേക്കുമായി 55 ലക്ഷം രൂപയാണ് ഈ കാലയളവിൽ അദ്ദേഹം നീക്കിവെച്ചിട്ടുള്ളത്. അപ്പോ സാമൂഹ്യ സേവന രംഗത്ത് കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ബഹുമാന്യനായ KP ഹുസൈൻ സാഹിബിനെ നമുക്ക് ഈ ചടങ്ങിൽ ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും ഒരു സാമൂഹ്യ പ്രവർത്തക രംഗത്ത് ആളുകൾക്ക് മുതൽക്കൂട്ടാവുന്ന നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ഹെൽപ്പിംഗ് ഹാൻഡ്സിനെ സംബന്ധിച്ചോളം ഈ തറക്കല്ലിടൽ കർമ്മത്തിന് കേരളത്തിൽ ഏറ്റവും സാമൂഹ്യ സേവന രംഗത്ത് ഏറ്റവും നല്ല മാതൃകാ പുരുഷനായിട്ടുള്ള ഡോക്ടർ KP ഹുസൈൻ സാഹിബിനെ നമ്മൾ ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ എന്റെ പദ്ധതി വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു സർ. ചരിത്രഭാഗമായി തീർന്ന വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് സ്വാന്തനമായിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് ചരിത്രഭാഗമാകുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഒരുപാട് മനുഷ്യ നന്മകളുടെയും സേവനങ്ങളുടെയും ഉടമയായ UAE ഫാത്തിമ ഗ്രൂപ്പ് ചെയർമാൻ ബഹുമാനനായ ഡോക്ടർ KP ഹുസൈൻ സാഹിബാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടുകൂടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ഡോക്ടറെ ക്ഷണിക്കുകയാണ്. അവിടെ ഇരുന്നോളി, ഇവിടെ ഇരുന്നോളി. ചാനൽ
ഈ സേവന പ്രവർത്തനങ്ങളുടെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനനായ ഡോക്ടർ കെ പി ഹുസൈൻ സാഹിബ് നമ്മെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹെൽപ്പിംഗ് ഹാൻഡിലെ മെമ്പേഴ്സും ഡോക്ടർ ജമാലുദ്ദീൻ സാഹിബ് അവർ അധ്യക്ഷത വഹിക്കുന്ന ഈ ഒരു ചടങ്ങിൽ എനിക്ക് തോന്നുന്നു സ്റ്റേജിലുള്ള ഓരോരുത്തരുടെയും ഒരു തമാശ പറയാം, ഇത് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ഓരോന്നായി വായിക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എല്ലാവരെയും നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ എനിക്ക് മുമ്പിലുള്ളവർ എനിക്ക് തോന്നുന്നത് പബ്ലിക്കിനെക്കാട്ടിലും കൂടുതലും ഇതിൻ്റെ പ്രവർത്തകരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു നല്ലൊരു ദിവസത്തിൽ ഇന്നലെ ദുബായിൽ നിന്ന് രാത്രി കൊച്ചിയിലെത്തുകയും പിന്നെ അതിനുശേഷം മോർണിംഗ് വീട്ടിലേക്ക് വന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം കുറച്ച് ഉറക്കമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ സൗണ്ട് നടന്മാരെ പോലെ വന്നില്ലെങ്കിൽ പോലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് തീർച്ചയായിട്ടും നല്ലൊരു ഉദ്ദേശമാണ്. എനിക്ക് തോന്നുന്നത് ഈ വയനാട്ടിൽ നടന്ന ആ ദുരന്തം നമ്മളെല്ലാവരെയും വിഷമപ്പെടുത്തിയാണ്. എത്രയോ കുടുംബങ്ങൾ അവിടെ വിട്ടു പോകേണ്ടി വന്നു, എത്രയോ പേര് മരണപ്പെട്ടു പോയി. അപ്പോൾ പൊതുവെ കേരളത്തിൽ നമ്മൾ കാണുന്ന കഴിഞ്ഞ ഒരു 30 വർഷമായി എൻ്റെ അനുഭവം, കേരളത്തിലൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കലും അതുപോലെ തന്നെ അതിനുവേണ്ട സൊല്യൂഷൻ കണ്ടെത്തലും ഒക്കെ തന്നെ അതാത് നാട്ടുകാർ തന്നെയാണ്. ഇവിടുത്തെ വിഷയത്തിലും നിങ്ങളെല്ലാവരും ഉടനെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തതും അതിനുശേഷം കോഴിക്കോടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വരികയും ഗവൺമെന്റ് ഇടപെടുകയൊക്കെ ചെയ്തെന്നുള്ളതാണ്. നമ്മൾ അന്ന് ദുരന്തത്തിന്റെ ഭാഗമായി പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ലവരായ മനുഷ്യരെയാണ് ഞാൻ ആദ്യം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ പ്രവർത്തനം വലിയൊരു പ്രവർത്തനമാണ്. അതൊരു നടുക്കമുണ്ടാക്കിയ ഒരു ഡിസാസ്റ്ററാണ്. ആ ദിവസത്തെ ഞങ്ങളൊക്കെ ദുബായിൽ നിന്ന് ടെലിവിഷനിൽ കൂടി രാവിലെ എണീച്ചപ്പോൾ കേൾക്കുന്ന വിഷയമൊക്കെ നമ്മൾ പണ്ട് ന്യൂയോർക്കിൽ ട്വിൻ ടവറിലൊക്കെ ഒരു ഫ്ലൈറ്റ് കൊണ്ട് ഇടിച്ചപ്പോൾ ഉണ്ടായ അത്രയും വലിയ ഒരു മാനസിക അവസ്ഥയായിരുന്നു. നമുക്കൊന്നും അറിയില്ല. അന്നത്തെ ദിവസം മൊത്തം പോയത് ഞാനൊക്കെ ടെലിവിഷന്റെ മുമ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഇവിടുത്തെ പ്രവർത്തകർ അതിനെ എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ ഹെൽപ്പിംഗ് ഹാൻഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു 10-15 വർഷമായി
അവരുടെ കുറേ നല്ല പ്രവർത്തനങ്ങളുണ്ട്. അതിലൊക്കെ പങ്കുകൊള്ളാനുള്ള സാഹചര്യം പഠിച്ചവൻ അനുവദിച്ചു തന്നുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായി മാറി. ആദ്യം എനിക്ക് ഇവരെ കാണുമ്പോൾ ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ രാവിലെ ഞാൻ ദുബായിൽ നിന്ന് വന്ന് രാത്രി വന്ന് കാണും. അപ്പോൾ രാവിലെ ഒന്ന് പകുതി ഉറക്കുന്ന സമയത്ത് ഇവർ സുബഹ് നിസ്കരിച്ചിട്ട് വന്ന് അവിടെ വെളിയിലിരിക്കുന്നുണ്ടാവും. ഞാൻ വിളിച്ചിട്ടല്ല വരുന്നത്. ഇവർക്ക് ഈ വിളിക്കാതെ എന്തിനാ ആൾക്കാരൊക്കെ വരുന്നത്. സോ ഇവർ എൻ്റെ വീട്ടിൽ എങ്ങനെ വിളിക്കാതെ വന്ന് എന്നെ 15 വർഷമായിട്ട് അങ്ങേയറ്റം എൻ്റെ ചാരിറ്റബിളിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് മേടിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ പ്രവർത്തനമാണ്. നിങ്ങളെല്ലാവരും അവരെക്കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർ ജമാൽ സാഹിബ് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ സംസാരിച്ചത്. അതിൽ കൂടുതൽ ഒരാൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ തറക്കല്ലിടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഇവര് ഈ ഹെൽപ്പിംഗ് ഔട്ട് ആർക്കെന്ന് പറഞ്ഞു വെച്ചാൽ വളരെ അപൂർവമാണ്. നിയാസൊക്കെ ഇപ്പം നിയാസ് നഫിലൊക്കെ ഇവിടെ പിന്നെ സ്റ്റേജിലൊക്കെ ഇരിക്കുന്നത്. പൊതുവെ അവർ അവിടെ പോയിരിക്കും. അതിൽ കുറേ പേര് നല്ല പ്രവർത്തിക്കുന്നവർ, ഈ കാരഹം ആയാലും ശരി, കിഡ്നി ഡയാലിസിസ് ആയാലും ശരി, യു നെയിം ഇറ്റ്. അതായത് ഒരു ഏകദേശം ഒരു ഗവൺമെൻറ് പകരമായി വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റായിട്ടാണ് ഞാൻ കഴിഞ്ഞ 15 വർഷമായി കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ പലർക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ അവാർഡുകൾ, ഈ ടോയ് പോലെ 2000 രൂപ 3000 രൂപയുടെ സാധനം അത് വലുതാക്കിയിട്ട് തരുമ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷപ്പെടുന്നതിനെക്കാട്ടിലും നാഷണൽ അവാർഡ് കിട്ടാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ. കാരണം അത്രയും പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ ചിന്തയിൽ ഞാനെപ്പോഴും, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നല്ലൊരു ഞാൻ ഉണ്ടാക്കുന്ന പടച്ചോൻ അനുഗ്രഹിച്ച് തരുന്ന ഒരു ഫണ്ടിൽ നിന്ന് ഇവർക്ക് വേണ്ടി എല്ലാ വർഷവും ഒതുക്കുന്നതിന് കാരണം അവരുടെ നല്ല പ്രവർത്തനം. അതിലൊരു രൂപ അവർ തൊടില്ല. പകരം അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടിയതാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പല സംഘടനകളും അങ്ങനെയല്ല. അവർ വരുമാനം ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ എന്നാൽ ആ വരുമാനത്തിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലും അവർ ചെലവാക്കാറുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഹെൽപ്പിംഗ് ഹാൻഡ് അങ്ങനെയല്ല. വളരെ സന്തോഷമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വലിയ വലിയ സഹായങ്ങൾ ചെയ്യുന്നു. മരുന്നായാലും ശരി, ട്രീറ്റ്മെൻ്റ് ആയാലും ശരി, ട്രീറ്റ്മെൻറ്റ് സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിലൂടെയൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് വലിയൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം ഇവരത് ചെയ്ത് തീർക്കും, അതാണ് വലിയ വിഷയം. ഇപ്പം ഇവിടെ വന്ന് ഒരു തറക്കല്ലിടുക മാത്രമല്ല, അത് പറഞ്ഞ് തീർന്നതിന് മുമ്പേ പ്രവർത്തനം കഴിഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു നല്ല ഉദ്ദേശത്തോട്, ഒരു ഈമാനോടുകൂടിയുള്ള ഒരു വിശ്വാസവും അതിൽ അർപ്പണിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഇവരെ കാണുമ്പോൾ ഇവരുടെ കൂടെ മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വന്ന് കാണുമ്പോൾ ഇവർ വിചാരിക്കും എൻ്റെ തെങ്ങിനെങ്കിലും കുറച്ച് പൈസയൊക്കെ പിടിക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ ദ അതർ സൈഡ് എനിക്ക് വലിയ സന്തോഷമാണ് ഇവരെ കാണുന്നത് പറയുന്നത്. കാരണം വലിയ വലിയ ബിസിനസ്സുകാരെ കാണുന്നതിനെക്കാട്ടിലും വലിയ സന്തോഷമാണ് എനിക്ക് ഇവരെ കാണുന്നത്. കാരണം അവർ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പോകുന്നു. ഇവർക്കൊരു കളറുകളൊന്നുമില്ല, വലിയ ഭംഗിയൊന്നുമില്ല. ഇവരെ ഏറ്റവും വലിയ ഭംഗി ഇവരുടെ പ്രവർത്തനമാണ്. ഞാനൊക്കെ വരുമ്പോൾ ഒരു കോട്ടൊക്കെ ഇട്ട് ഈ പോക്കറ്റൊക്കെ ഇതൊക്കെ വെച്ച് കൊണ്ടുവരും. കാരണം അങ്ങനെയാണ് പബ്ലിക്കിൽ നല്ലത്. അവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇന്നൊരു ടീഷർട്ട് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ച് എൻ്റെ കൂടെ ഉള്ള പ്രവർത്തിക്കുന്ന ഇല്ലല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്താ പറഞ്ഞ ഒരു ഡ്രസ്സിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. അവർക്ക് പ്രവർത്തനമാണ് മുമ്പ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റൽ കണ്ടതാണ്, കുതിരവട്ടം. അങ്ങനെയൊന്നും ആരും പോയി പ്രവർത്തിക്കാൻ പറ്റില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരുടെ ഈ നല്ല പ്രവർത്തനത്തിൽ പങ്കാകുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇവിടെ മുമ്പിലുള്ള ഓരോരുത്തരും എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. കാരണം അത്രയും സഹായമാണ് നിങ്ങൾ ഈ നാട്ടിലുള്ളവർക്കും അതുപോലെ ഹെൽപ്പിംഗ് ഹാൻഡിനും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സഹായം വരുമ്പോഴാണ്, ഇവർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും അവർക്ക് സഹായിക്കുന്നു. ഇവിടെ ഉള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ ഉള്ള പലർക്കും വീടായി മാറുന്നത്. അവർ വീട്ടിൽ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം സഹായിക്കുന്നത് വീടില്ലാത്തവർക്കെന്നല്ല, വീടുണ്ടായവർ നഷ്ടപ്പെട്ടു പോയവരാ.
അപ്പം അത് തീർച്ചയായിട്ടും വലിയൊരു സേവനമാണ്. ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റും. ഓരോരുത്തരെയും പേരെടുത്ത് പറയണമെന്നുണ്ട്, എന്നാലും തന്നെ നമ്മൾ പറയില്ല. ഇത്രയും ലിസ്റ്റ് എനിക്ക് തോന്നുന്നു അത്രയും വളരെ ഓരോരുത്തരും നല്ല പ്രവർത്തനമുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ സമയത്തിൽ ഇവിടെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ പ്രാക്ടിക്കലായിട്ട് പോകുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ആ പ്രാക്ടിക്കലായി പോകുന്നത് അവിടെ പോയി തറക്കല്ലിട്ടതിന് ശേഷം നിയാസും നഫലൊക്കെ എന്നോട് പറഞ്ഞത് തറക്കല്ലിട്ടാൽ മതി, ബാക്കി പണികളൊക്കെ ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. കാരണം പല നല്ല മനുഷ്യന്മാർ അടുത്തടുത്ത് ഈ ദിവസങ്ങളിലെല്ലാം നല്ലൊരു സ്ഥലം കിട്ടാതെ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഓരോരുത്തരും ഓരോരോ വീട് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഇങ്ങനെ ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കും അവരെ സഹായിക്കാൻ തോന്നാം. അപ്പോൾ ഏറ്റവും വലിയ ഒരു വിഷയം തന്നെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡാണ്, അതിൻ്റെ പ്രവർത്തകരാണ്, അതിൻ്റെ ചിന്തയാണ്. ഞാനിപ്പം വല്ലാതെ പറഞ്ഞ് ഒരു വലിയൊരു ബുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഹെൽപ്പിംഗ് ഹാൻഡ്. വലിയ ഒരു ബുക്ക് ലോകത്തിലെ അദൃശ്യമായി വായിക്കുമ്പോൾ വളരെ ഭംഗിയും അതിനകത്ത് അർത്ഥമുള്ള കുറെ വാക്കുകളോട് നമുക്ക് ഓരോരോ പേജുകളിലും ഉൾക്കൊള്ളിപ്പിക്കാവുന്ന ഒരു നല്ല മാതൃകയായിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. പഠിച്ചവനെ അനുഗ്രഹിച്ചാൽ ഇതിനു മുകളിലും നമ്മൾ ഇവരെ കൂടെ പ്രവർത്തിക്കും. ഞാനും തീർച്ചയായിട്ടും പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്താം. അസ്സലാമു അലൈക്കും. മനുഷ്യ സേവനത്തിന്റെ മഹത്തായ ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ ഡോക്ടർ KP ഹുസൈൻ സാഹിബിന് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെയും വയനാട്ടുകാരുടെയും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നുണ്ട്. വിവിധ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളാണ് നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ ഭാഷണം നിർവഹിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നത് മൂപ്പനേട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷൈബാൻ സലാം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എന്തായാലും ആശംസ ചുരുക്കി പറഞ്ഞതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും 12 മിനിറ്റ് ബസ്സിന് ഒരു കല്യാണത്തിന് പോകേണ്ടതുണ്ട്. ഞാനിവിടുന്ന് വിളിച്ചപ്പോൾ തന്നെ പറയുകയുണ്ടായിരുന്നു. എന്തായാലും വളരെയധികം ഇവിടെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും വളരെ വിശദമായിട്ട് ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. 2024 ജൂലൈ 30 മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടെയുള്ള പ്രദേശത്തിലെ എല്ലാവരും 1 മാസം 2 മാസത്തോളം നമ്മൾ അവരെ അതിജീവിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയും വന്നവരാണ്. അവരെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വളരെയധികം പ്രയാസത്തിൽ കഴിയുന്ന അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു കൂട്ടായ്മ മുന്നിൽ വന്ന് പ്രവർത്തിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. തുടക്കത്തിൽ പറയുകയുണ്ടായി, അദ്ദേഹം ചെയ്ത കുറെ ചാരിറ്റി, ഡോക്ടർ KP ഹുസൈൻ ചെയർമാൻ ഫാത്തിമ ഹെൽത്ത് ഗ്രൂപ്പ് UAE അദ്ദേഹം ചെയ്ത കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹം നല്ല രീതിയിൽ നല്ല മനസ്സോടെ ചെയ്ത ചാരിറ്റി അള്ളാഹു സുബ്ഹാനഹു തആല ജാരിയായി സദഖയായി സ്വീകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. വയനാട് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് ചെയർപേഴ്സൺ ശ്രീമതി സീതാ വിജയൻ ആശംസകൾ അർപ്പിക്കുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, ഉദ്ഘാടകൻ,
മറ്റ് വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ചാരിറ്റി നടത്തുന്നതിനെ കുറിച്ച് ഇവിടെ വിശദമായി പറയുകയുണ്ടായി. നമ്മളെ ഡോക്ടറെ പല വേദികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. നമുക്കറിയാം 30-ാം തീയതി ഒരു പുലർച്ചെ നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു സിസ്റ്ററുടെ സൗണ്ടാണ് നമ്മളുടെ ചെവികളിൽ എത്തിയിരിക്കുന്നത്. അന്ന് തന്നെ നമ്മൾ വേദനാജനകമായ ഒരു ദിവസമായിരുന്നു. ഇന്നും അത് മനസ്സിൽ വേദനയോടെ കൊണ്ടു നടക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിന്നും 1 വാർഡ് പൂർണ്ണമായും 2 വാർഡുകൾ ഭാഗികമായും നശിച്ചുപോയി. അതിന്റെ വേദനയിലാണ് നമ്മളെല്ലാവരും. ഇന്ന് നമുക്കറിയാം ചാരിറ്റി നടത്തുന്നതിൽ നമുക്ക് അറിയാം കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചാരിറ്റിയാണ് ഇത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ വേദി നൽകിയത് കൊണ്ട് സന്തോഷിക്കുന്നു. ഇനിയും നമുക്ക് ഇങ്ങനത്തെ വേദികളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വയനാട് ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. KNM മർക്കസ് ദവയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാനനായ KM സൈദലവി എഞ്ചിനീയർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനനായ ഡോക്ടർ KP ഹുസൈൻ സാഹിബ്, ആദരണീയനായ പണ്ഡിതൻ ജമാലുദ്ദീൻ ഫാറൂഖി, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഏറെ സന്തോഷം നിറഞ്ഞ ഈ വേദിയിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സിനെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 30-ാം തീയതി ഈ ദുരന്തമുണ്ടായ അന്ന് പിറ്റേ ദിവസം തൊട്ട് മാസത്തോളം മസ്ജിദുർ റഹ്മാൻ പള്ളിയിൽ 115ഓളം ഫ്രീസറുകൾ സജ്ജീകരിച്ച ആ ഹാളിന്റെ തൊട്ടടുത്ത പള്ളിയിൽ ഫുൾ ടൈമിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്നുള്ള നിലക്കും 2 ദിവസമല്ലാത്ത എല്ലാ ദിവസങ്ങളും രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഈ എല്ലാ ക്യാമ്പുകളിലും സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞ് വ്യക്തമായും കൃത്യമായും അറിഞ്ഞ ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു ഭാഗവാക്കാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അതിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സും യൂണിറ്റിയുമാണ് ഈ സന്ദർഭം. ഒരു കാര്യം മാത്രം പറയാതിരിക്കാതെ വയ്യ. ഒരു ദിവസം ഗവൺമെന്റ് LP സ്കൂളിൽ ഈ ആവശ്യങ്ങളുമായി ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, ഒരു പ്രായമായ 2 സ്ത്രീകളുണ്ട് ഇവിടെ, അവർക്ക് 2 മരുന്ന് ഇവിടെ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല, എന്തെങ്കിലും മാർഗമുണ്ടോ കിട്ടാനത്. ബത്തേരിയിലും മാനന്തവാടിയിലും മീനങ്ങാടിയിലും കൽപ്പറ്റയിലുള്ള സകല മെഡിക്കൽ ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ മീനങ്ങാടിയിൽ നിന്ന് ഒരു മരുന്ന് കിട്ടുകയും ഒരു മരുന്ന് കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ നേരിട്ട് വിളിച്ചത് ഹെൽപ്പിംഗ് ഹാൻഡ്സിലേക്കായിരുന്നു, കെയർ ഹോമിലേക്ക്. അവിടെ നിന്ന് ആംബുലൻസിൽ ആ മരുന്ന് 3 മണിക്ക് ഇവിടെ എത്തിച്ചു തന്നു. ആ എത്തിച്ചു തന്ന മരുന്നിന് 5500ഓളം രൂപ ഉള്ളത് ആംബുലൻസിലാണ് ഇവിടെ അത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ആ രീതിയിൽ പ്രവർത്തിച്ച ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അതോടൊപ്പം തന്നെ അവിടെ പോയ പല അനുഭവങ്ങൾ ഉണ്ടായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരു ദിവസം ചെന്നപ്പോൾ ഒരു പ്രായമായ സ്ത്രീ എന്നോട് ആവശ്യം, അവിടെ ആർക്കും ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും കിട്ടി മുടി ചെയ്യാനുള്ള ചീർപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ അവസാനം വേണ്ടി വന്നു. അന്നേരം ഒരു സ്ത്രീ ചോദിച്ച ഒരു ചോദ്യം, എനിക്ക് കുറച്ച് കാശ് തരുമെന്ന്. എന്തിനാണ് നിങ്ങൾക്ക് കാശ് എന്ന് ചോദിച്ചപ്പോൾ തമിഴ് പ്രായമുള്ള സ്ത്രീ പറഞ്ഞത്, ഒന്ന് മുണ്ടക്കൈയിലൊന്ന് പോവാനാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് കൊണ്ടുപോയി വിട്ടത്. അവസാനം ഒന്നും വിചാരിക്കാതെ ഒരു കാര്യം പറയാനാണ്, ഒരു കെട്ട് ബീഡി വാങ്ങാനാണ്. ആരോട് എന്നോട് നേരിട്ട് പറഞ്ഞ വാചകമാണ്. അവരുടെ മാനസികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഉള്ളവരെ കൂടുതൽ സമയം ഒരുപാട് അനുഭവങ്ങൾ വിവരിക്കാൻ കഴിയും. പക്ഷെ അത് സമയം സന്ദർഭവും ശരിയല്ലാത്തത് കൊണ്ട് നിർന്നു. എല്ലാവിധ ആശംസകളും. പിന്നെ മാത്രമല്ല, ഈ റിപ്പൺ ഈ സ്ഥലത്തിന് തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണം കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ദുരന്തമുണ്ടായ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ ആദ്യമായി അവിടെ എത്തിപ്പെട്ടതിൽ ഇവിടുത്തെ ഏതാനും യൂണിറ്റിയുടെയും ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെയും വളണ്ടിയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ആ കാരണം കൊണ്ട് തന്നെ ഇവിടെ വന്ന് താമസിക്കുന്ന ഈ ആൾക്കാർക്ക് താങ്ങും തണലുമായിട്ട് ഇവർ ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ. KNM മർക്കസ് ദവയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അമ്പലവയൽ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ സാഹിബ്, വേദിയിലിരിക്കുന്ന
മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ ഹുസൈൻ സാഹിബ്, അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം, പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തികളെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ ഒരു വലിയ, എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ഈ ഹെൽപ്പ് ഹാൻഡ്സിന്റെയും പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കുവാൻ, അവർക്ക് അദ്ദേഹത്തിന്റെ ആ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് ഈ തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്ക് കഴിയുന്നു എന്നതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കോഴിക്കോട് പോയാൽ അറിയാം, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന തരത്തിൽ ഈ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വയനാട്ടില് ചൂരൽമലയിലുണ്ടായിട്ടുള്ള, മുണ്ടക്കൈയിലുമുണ്ടായിട്ടുള്ള ദുരന്തം, ആ ദുരന്തത്തിൽ നിന്നും വയനാട്ടിലെ നമ്മളൊന്നും ഇതുവരെ അതിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോവാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ആ വിറങ്ങലിച്ച ദിവസങ്ങൾ നമ്മളിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ പാവപ്പെട്ടവരാണ്, കർഷകരാണ്, കർഷക തൊഴിലാളികളാണ്, അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. സാമ്പത്തികമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് വയനാട്ടിലുള്ളത്. പക്ഷെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കഴിവും അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ നമ്മുടെ എല്ലാം ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ, അതേപോലെ തന്നെ ലോക മലയാളികളൊക്കെ തന്നെ ഈ ദുരന്തത്തിൽ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് വയനാട്ടിലുള്ള നമ്മളൊക്കെ വിലയിരുത്തുന്നത്. ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ സാഹിബിന്റെയും അതുപോലെ തന്നെ ഈ വലിയ പ്രസ്ഥാനത്തിന്റെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ പ്രവർത്തകരുടെയും പങ്കാളിത്തം, അവര് വയനാട്ടിലെ ജനങ്ങളെ, ആ ദുരന്ത ബാധിത പ്രദേശത്തെ ആളുകളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ട് അതിന്റെ ഏകദേശം വെളിപ്പാടകലെയുള്ള സ്ഥലത്ത് തന്നെ നല്ല സ്ഥലം വാങ്ങി അവിടെ 20 വീടുകൾ വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനം ഇന്നു മുതൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മളെയൊക്കെ അതീവ സന്തോഷത്തോടു കൂടിയാണ് ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ടുള്ളതും ഇതിൽ പങ്കാളികളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി ഇതിന്റെ അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിക്കുവാൻ ഇവർക്ക് എത്രയും പെട്ടെന്ന് സഹായകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ KNMന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്തുണയും എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ. UAE നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനനായ മുജീബ് റഹ്മാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജൂലൈ 30, 2024 അന്ന് തുടങ്ങിയ വേദന, അത് പ്രവാസ ലോകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാളും വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന സംഗതികളാണ്. നാട്ടിൽ ഒരു ആക്സിഡന്റ് മരണം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞാൽ പോലും മാനസികമായി എല്ലാവരും ഒരുമിച്ച് പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ്. കേരളത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രളയങ്ങളും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ വായിക്കുമ്പോഴും അറിയുമ്പോഴും ഉണ്ടാകുന്ന വേദനകൾ, ആ വേദനകളിൽ പ്രവാസികളായ വ്യവസായി, പ്രത്യേകിച്ച് UAE-യിലെ, ഞാനൊക്കെ ജോലി ചെയ്യുന്ന UAE-യിലെ ഒരു പ്രമുഖനായ വ്യവസായി ചാരിറ്റി
മനോഭാവത്തോടു കൂടി അതിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആ ദുരന്ത ദിവസങ്ങളിൽ നമ്മൾക്ക് 2-3 മാസത്തോളം കേരളീയരും ലോക മലയാളികളും പ്രയാസപ്പെട്ട ആ പ്രയാസങ്ങൾക്ക് ശേഷമുള്ള ഒരു സന്തോഷത്തിന്റെ ദിനമാണ് ഇന്നത്തെ ദിനം. ആ ദിനത്തിൽ നമ്മുടെ ഈ സന്തോഷത്തിന് കാരണമായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ പ്രവർത്തകരും അതോടൊപ്പം പ്രവാസിയായ ബിസിനസ്മാനായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ സാഹിബ്, ഈ 2 ആളുകളാണ് നമ്മുടെ ഈ സന്തോഷത്തിന്റെ ഒരു കാരണം. എല്ലാവരും അവരുടെ നന്മക്കും അവർക്കെല്ലാം ഇനിയും കൂടുതൽ ചാരിറ്റി ചെയ്യുവാനുള്ള ആ ഒരു സന്മനസ്സിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ മീഡിയയിലായാലും മറ്റു സോഷ്യൽ മീഡിയയിലായാലും പത്രങ്ങളിലായാലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ നെഗറ്റീവ് ന്യൂസുകളാണ്. മയക്കുമരുന്ന്, മറ്റു മതപരമായിട്ടുള്ള അടിപിടികൾ, ഇങ്ങനെ കേരളത്തിന്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കുന്നതും കേരളത്തിലെ കുടുംബ അന്തരീക്ഷം മോശമാക്കുന്ന രീതിയിലുള്ള വാർത്തകളും മാത്രമാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. നന്മകൾ നിറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും പ്രത്യേകിച്ച് മേപ്പാടി ഈ ദുരന്ത മുഖത്ത് കണ്ട അവിടെ സഹായവുമായി എത്തിച്ചേർന്ന നമ്മൾ ഇവിടെ നിന്ന് തീരുമാനിക്കണം. അനാവശ്യ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നന്മ നിറഞ്ഞ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ വാർത്തകളാണ്. ഏതായാലും ഈ ഒരു സംരംഭം ഇനിയും തുടരണം. കാരണം നമ്മുടെ നാട്ടിന്റെ നന്മ നശിച്ചിട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനം. അതിന് UAE ഇസ്ലാഹി സെന്ററിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കുന്നത് MCF വയനാടിന്റെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി ഡോക്ടർ P. മുസ്തഫ ഫാറൂഖി. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഹൃദയഹാരിയായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, ഉദ്ഘാടനം ചെയ്ത ഈ സംരംഭത്തിന്റെ നെടുംതൂണായിട്ടുള്ള ഡോക്ടർ KP ഹുസൈൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, നേരത്തെ KP ഹുസൈൻ സാർ സംസാരിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് അദ്ദേഹം നാവുകൊണ്ടല്ല സംസാരിച്ചത്, ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ നന്മയൂറുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും നല്ല വാക്കുകളിലാണ് നമ്മളോട് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ബിസിനസ് തന്നെ ചാരിറ്റിയാണോ എന്ന് തോന്നിപ്പോയി. അദ്ദേഹം നാട്ടിലും മറുനാട്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ, ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടർച്ച നമ്മളുടെ നാടായ വയനാട്ടിലേക്കും വരുന്നു എന്നുള്ള സന്തോഷദായകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്സിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ അമരത്തിരിക്കുന്ന നിയാസും സഹോദരൻ നൗഫലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഒരുപാട് നന്മകൾ നമ്മുടെ നാടിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടുള്ള കെയർ ഹോം ഒരു വട്ടമെങ്കിലും സന്ദർശിച്ച ആളുകൾക്കറിയാം എന്തൊക്കെയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നാലും വളരെ സന്തോഷം. ഖുർആൻ ചോദിച്ചതുപോലെ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് നന്മയല്ലാതെ എന്താണ് പ്രതിഫലമായിട്ട് നൽകാനുള്ളത് എന്ന് പടച്ചതമ്പുരാൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ സാക്ഷികളായിട്ടുള്ള ഈ മഹത്തായ സംരംഭം റിപ്പണിൽ പടർന്ന് പന്തലിക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതിന്റെ ഗുണങ്ങൾ ഈ നാട്ടുകാർക്കുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. റിപ്പണിൽ മാത്രമല്ല, വയനാടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും
ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ KP ഹുസൈൻ സാഹിബിൻ്റെയും നന്മയൂറുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും പ്രസരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും മുസ്ലിം കൾച്ചറൽ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ MCF വയനാടിൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സാർ. ബഹുമാന്യരെ, നമ്മുടെ ഈ പരിപാടിക്ക് ഇനിയും ഒരുപാട് ആളുകൾ ആശംസകൾ അറിയിച്ച് സംസാരിക്കാനുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ പരിപാടി സമാപിപ്പിക്കേണ്ടതുണ്ട്. ആശംസ പ്രസംഗകര് ചുരുങ്ങിയ സമയം മാത്രം ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കുന്നത് ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാസിൽ മുട്ടിൽ. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, വളരെ പുണ്യകരമായ ഒരു മുഹൂർത്തത്തിനാണ് ഇന്നത്തെ ഈ പ്രഭാതം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. യാതൊരു പ്രകടനപരതയുമില്ലാതെ തികച്ചും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുകയും വിവിധങ്ങളായ പദ്ധതികൾ നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, സഹകരിച്ചിട്ടുള്ള, ഈ നന്മയിൽ ഭാഗവാക്കായിട്ടുള്ള എല്ലാവർക്കും പടച്ചതമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് ISM സംസ്ഥാന സമിതിയുടെ മുഴുവൻ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു. ആശംസകൾ അർപ്പിക്കുന്നത് മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യനായ AK റഫീഖ് സാഹിബ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ബഹുമാന ജമാലുദ്ദീൻ ഫാറൂഖി അവർക്ക്, ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പ്രധാന ഹെൽപ്പിംഗ് ഹാൻഡും ഈ ചടങ്ങിന് നിതാന്തമായിട്ടുള്ള ബഹുമാന്യനായ ഹുസൈൻ സാഹിബ് അവർകൾ, ഉപ്പേനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഏറെ ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും. ദീർഘമായി സംസാരിക്കുന്നില്ല. ഹെൽപ്പിംഗ് ഹാൻഡിന്റെ പ്രവർത്തനം നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഹെൽപ്പിംഗ് ഹാൻഡ്സുമായി വേണ്ട ഒരുപാട് സഹായ സഹകരണങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിയാസ്ക. പക്ഷെ ഇന്ന് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഫോണിലൂടെ ഒരുപാട് തവണ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത വ്യക്തിത്വമാണ്. നിയാസ്കാന്റെ സേവനം അത് അടുത്തറിയുമ്പോഴേ അറിയുള്ളൂ. ഒരിക്കൽ പോലും നോ എന്ന് പറയുകയോ അല്ലെങ്കിൽ എന്താ പറയാ ദേഷ്യത്തോടെ സംസാരിക്കുകയോ ചെയ്യാത്ത, ഏത് പാതിരാക്ക് വിളിച്ചാലും ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയോ ചെയ്തുകൊണ്ട് ഈ പ്രവർത്തന രംഗത്ത് സജീവമായ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ്. ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയാലും യൂണിറ്റി ആയാലും ഈ കലാമിറ്റി നടന്ന അന്നു മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും അതൊക്കെ തന്നെ നേരത്തെ ഹുസൈൻ സാഹിബ് പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലും നേടാനല്ല, മറിച്ച് അവർക്ക് മറ്റെന്തൊക്കെയോ നാളെ നേടണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇതിൽ നിന്ന് ഒന്നും തന്നെ കൈപ്പറ്റാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വലിയ ഒരു ആ പേര് പോലെ തന്നെ പേരിനെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന്റെ എല്ലാവിധം അത് ഏറ്റവും പെട്ടെന്ന് തന്നെ ആ അർഹതപ്പെട്ട ആൾക്ക് വീട് ലക്ഷ്യമാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കുന്നത് മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനനായ PK സലീം സർ. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാന്യരെ, കൂടുതലൊന്നും പറയുന്നില്ല, 2 വാക്കിൽ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിൽ എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി മുണ്ടക്കയിലുണ്ടായ ആ ഉരുൾപൊട്ടലിൽ നമ്മളെല്ലാവരും വേദനിച്ചെങ്കിലും
ഈ ഒരു അവസരത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ളൊരു അവസരം കൂടിയാണിത്. കാരണം അന്ന് മുതലേ അവരെ ചേർത്ത് പിടിച്ചു എന്നതാണ് ഹാപ്പിനെസിൻ്റെ മറ്റേ ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പിന്നെ ഒരു കരുതൽ എന്ന് പറയുന്നത്. അന്ന് തൊട്ടേ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വേദി നമുക്കിവിടെ സംഘടിപ്പിക്കാനും നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ, അതായത് തൊട്ടടുത്ത പഞ്ചായത്താണ് മേപ്പാടി പഞ്ചായത്ത്, അതിൻ്റെ തൊട്ട് ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഏകദേശം ഒരു ആകാശ ദൂരം എന്നുള്ളത് ഒരു 900-1000 ചോടെ അത്ര അകലേ ഉള്ളൂ നമ്മൾ തമ്മിൽ ഈ സംഭവം ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ കൂട്ടിച്ചേർത്ത് നമ്മളെ ഈ ഒരുമിച്ച് നിർത്താൻ ഇവർ കാണിച്ചിട്ടുള്ള ഈ പ്രവൃത്തിയെ മുക്താണ്ടം പ്രശംസിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ള ഇതിനെ നമ്മൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഹുസൈൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ജമാലുദ്ദീൻ ഫാറൂഖി, അതുപോലെ തന്നെ മറ്റുള്ള വേദിയിലുള്ള ആളുകൾ എല്ലാവരെയും അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബഹുമാന്യനായ കേശവൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാർഡ് മെമ്പർ NV ശശീന്ദ്രൻ സാർ. വളരെ അധികം സന്തോഷമുണ്ട് ഈ ഒരു മഹനീയ ചടങ്ങിൽ വന്ന് സംബന്ധിക്കുന്നത്. നമുക്കറിയാം, ഒരു കേരളത്തിനകത്ത് ഒരു പക്ഷേ ഇത്രയേറെ സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ജീവിച്ചിരുന്ന ഒരു സമൂഹം ഈ മുണ്ടക്കൈ ചുവന്നമല പോലെ പുഞ്ചിരമട്ടം പോലെ ഉണ്ടാവില്ല എന്ന് നമ്മളൊക്കെ അന്നും ഇന്നും പറയുന്നതാണ്. അവരുടെ 3 പതിറ്റാണ്ടിൻ്റെ തലമുറയുടെ അധ്വാനത്തിൻ്റെയൊക്കെ ഫലങ്ങൾ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴൊക്കെ തന്നെ ആകെ നിശ്ചലമാവുകയും ഒരു സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത നിലയിലേക്ക് അവരൊക്കെ ചിതറിത്തെറിച്ചു പോവുകയും ചെയ്ത ഒരു വലിയ ദയനീയ സാഹചര്യത്തിന് നടുവിലാണ് നമ്മൾ അന്നും ഇന്ന് വരെയും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത നിലയിലേക്ക് അവരുടെ അവസ്ഥ ആ തരത്തിലായപ്പോൾ ഒരുപക്ഷെ ഈ ബഹുമാന്യായ ഒരു വലിയ മഹാമനസ്കൻ എന്ന് പറഞ്ഞ് പറയാം ഡോക്ടർ ഹുസൈൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് സ്വപ്നം കാണാനുള്ള ഒരു ധൈര്യം നൽകുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഈ ചിതറിത്തെറിച്ച ഒരു വലിയ നല്ല മനുഷ്യന്റെ സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ ആവശ്യമായിട്ടുള്ള നല്ല പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നു എന്ന് ഉള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപക്ഷെ പ്രകൃതി ഏറ്റവും ഹീനമായ രീതിയിൽ ദയാദാക്ഷിണ്യമില്ലാതെ പെരുമാറിയ ആ സ്ഥാനത്ത് ഒരു പറ്റം നല്ല മനുഷ്യരുടെ കൂട്ടായ്മ അവരെ ചേർത്ത് നിർത്താൻ കാണിക്കുന്ന വലിയ മഹാമനസ്കത തുടർന്ന് നമ്മുടെ ഭാവി കേരളത്തിന്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. ഇനിയും ഇതുപോലെയുള്ള സന്മനസ്സുകളുടെ കൂട്ടായ്മകൾ നമുക്ക് മുമ്പിലുള്ളപ്പോൾ ധൈര്യത്തോടുകൂടി നമുക്ക് കേരള സമൂഹത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സംരംഭം ഉദ്ദേശിച്ച പോലെ തന്നെ വേഗത്തിൽ പ്രാവർത്തികമാകട്ടെ. അതുകൊണ്ട് അത് ബന്ധപ്പെട്ട ഇരകളായ തീർച്ചയായിട്ടും അവർക്കൊക്കെ ആശ്വാസം ആകാൻ ഈ സംരംഭത്തിൽ ഉപകരിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ല മനുഷ്യ മനസ്സുകൾക്കും ഹെൽപ്പിംഗ് ഹാൻഡ്സിനും വലിയ രീതിയിലുള്ള വ്യക്തത അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നത് വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ചൂരൽമല 12ാം വാർഡ് മെമ്പർ ബഹുമാനനായ നൂറുദ്ദീൻ അവറുകളാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതലായി ഒന്നും പറയാനില്ല. കാരണം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു.
ഞങ്ങൾ ഉരുൾപൊട്ടിയ അന്ന് മുതൽ ചേർത്ത് പിടിച്ച എല്ലാവരോടും 1000 നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഈ വയനാട് ജില്ലയുടെ ഇതിൻ്റെ ജലീൽ എൻ്റെ മകനും കൂടെയാണ്. മകൻ എൻ്റെ പെങ്ങളെ മോനാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ആളാണ് അവന്. അവർക്കും എല്ലാവർക്കും ദീർഘായുസ്സ് ഉണ്ടാകട്ടെ പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ. മൂപ്പനാട് പാലിയേറ്റീവിന് വേണ്ടി ശ്രീമതി വിജയകുമാരി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റ് വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, ജൂലൈ 30 നമുക്ക് ഒത്തിരി വേദനകൾ സമ്മാനിച്ചതായിരുന്നു. ഇപ്പോഴും ആ വേദനകൾ നമ്മൾ വിട്ടുമാറിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഈ സന്തോഷവേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഒത്തിരി സന്തോഷം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളിലും അവർ മുൻപോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിനും ഡോക്ടർ പി ഹുസൈൻ സാറിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിനും ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ബഹുമാന്യരെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് ഈ പ്രദേശത്തുള്ള വിവിധ മഹല്ലുകള്, അമ്പല കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി, വിവിധ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരി സുഹൃത്തുക്കൾ, ഡ്രൈവേഴ്സ് യൂണിയനുകൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രമുഖ സന്നദ്ധ സംഘടനകൾ ഈ പരിപാടിക്കുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവിധ നല്ല മനസ്സിനും ഈ സംഘാടക സമിതിയുടെ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി മസ്ജിദുൽ ഇഹ്സാൻ സെക്രട്ടറി ഫസൽ റഹ്മാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഏറ്റവും സന്തോഷമുള്ള ഒരു പരിപാടിയുടെ സമാപന വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും വെയിലിൻ്റെ ചൂടുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു അങ്ങാടിയിൽ കിട്ടിയ സൗകര്യത്തിൽ വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സഹോദരിമാരെല്ലാവരും വെയിൽ കൊണ്ട് ആകെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. എന്നിരുന്നാലും മുണ്ടക്കയും റിപ്പണും തമ്മിലുള്ള ഒരു ആത്മബന്ധമുണ്ട്. വർഷങ്ങളായിട്ട് കല്യാണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിപ്പിച്ചതും അതല്ലാതെ തന്നെ പല സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ആയിട്ട് നമ്മളെ നാടും ആ നാടുമായിട്ട് ബന്ധങ്ങൾ ചുരുമല മുണ്ടക്കയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ജൂലൈ 30 ഇത് സംഭവിച്ച ആ നിമിഷം തന്നെ നമ്മളെ ഈ നാട്ടിലെ പല ആളുകളെ വീട്ടുകൾക്കും കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആ സമയത്ത് അർദ്ധരാത്രി 2 മണിന്റെ മുമ്പ് അവിടെ എത്തിയ പല ആളുകളുണ്ട്. കാരണം ഈ ഒരു നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ജനകീയമായിട്ടുള്ള ഒരു ഐക്യവും അതിനുവേണ്ടി ശ്രമങ്ങളും എല്ലാം ഉണ്ടാവുന്നതാണ്. ഒരു രോഗിയുടെ കാര്യമാണെങ്കിലും അതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായാലൊക്കെ നമ്മുടെ നാടിന്റെ ഐക്യമുണ്ട്. ആ നാടിനൊപ്പം തന്നെ നമ്മുടെ ഈ മസ്ജിദുൽ ഇഹ്സാൻ മഹല്ല് കമ്മിറ്റി എന്നും ഈ നാട്ടുകാർക്കൊപ്പമുണ്ട്. പല കിഡ്നി പേഷ്യന്റ് ആണെങ്കിലും ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ആയിട്ട് ഇവിടുത്തെ തൊഴിലാളി യൂണിയന്റെ തൊഴിലാളി സുഹൃത്തുക്കളും ഭാഗത്ത് നിന്ന് വരുന്ന ഇങ്ങനത്തെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എന്ത് വന്നാലും ഫസ്റ്റ് വിളി പോകുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ പ്രതിനിധികൾക്കാണ്. നിയാസ് കാക്കും നൗഫൽ കാക്കൊക്കെ വർഷങ്ങളായിട്ട് ആ സേവനം തുടരുകയാണ്. പല ആളുകൾക്കും ആ സേവനം ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ സേവനം ഇവിടെ കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സംഭവം വന്നപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ അതിന് വേണ്ടപ്പെട്ട ഈ സ്ഥലം എടുക്കാൻ വേണ്ടി മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആള് ഇന്ന് നമ്മുടെ കൂടെയുള്ള ബഹുമാനിയായിട്ട് നമ്മളെ മരിച്ചുപോയ സി മുഹമ്മദ് സാഹിബാണ്. അദ്ദേഹത്തിനും ഇതേമാതിരി ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ഇതിന്റെ തുടക്കത്തിൽ വളരെ ഉത്സാഹത്തോടു കൂടി അതിന് നിന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
കൂടാതെ നമ്മളെ മഹല്ല് വർഷങ്ങളായിട്ട് ചെറിയൊരു മഹല്ലും ചെറിയൊരു സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരു മഹല്ലാണെങ്കിലും നമ്മുടെ സഹജീവികളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വർഷത്തിൽ നമ്മൾ പാവപ്പെട്ട ഒരാൾക്ക് വീടായിട്ടും കിഡ്നി ക്യാൻസർ രോഗികൾ പോലത്തെ ആളുകളെ സഹായങ്ങളൊക്കെ ആയിട്ട് പല രീതിയിലും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു അവസരം തന്ന, നമുക്കറിയാം ഇന്നലെ ദുബായിൽ നിന്ന് കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയ അദ്ദേഹം KP ഹുസൈൻ സാഹിബ്, അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷന്റെ ഭാഗമായിട്ടാണ് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളിതിനെക്കാട്ടിലും കൂടുതൽ ഒരുപാട് ആളുകൾ, പണമുള്ള ആളുകൾ നാട്ടിലും നമ്മുടെ രാജ്യത്തും കേരളത്തിലൊക്കെ ഉണ്ടായിരിക്കെ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്കായിട്ട് വരാൻ നല്ലൊരു മനസ്സിന് ഉടമയാവണം. അത്രയും ഇതിനോട് ഡെഡിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. ഈ ഒരു നമ്മുടെ നാട്ടിൽ വരാനും നമുക്ക് അതിനൊരു ആതിഥേയരാവാനും കിട്ടിയ അവസരം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇനിയും ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ഈ നാടും ഹെൽപ്പിംഗ് ഹാൻഡ്സും നമ്മുടെ മഹലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെപ്പോലത്തെ എല്ലാ ആളുകളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച നമ്മുടെ ഡോക്ടർ ജമാലുദ്ദീൻ സാറ്, അദ്ദേഹത്തിനും പദ്ധതി വിശദീകരണം നടത്തിയ നിയാസ്, അതേപോലെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച KP ഹുസൈൻ സാഹിബ്, ഇതിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മേപ്പാടി മൂപ്പൈനാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വാർഡ് മെമ്പർമാര്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാര്, അതേപോലെ ജില്ലാ ഡിവിഷൻ മെമ്പർ സീതാ വിജയൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോകും. അതുകൊണ്ട് എന്നിരുന്നാലും വിട്ടുപോയിട്ടില്ല, ക്ഷമിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നമ്മുടെ ഈ വീടുകൾ നിർമ്മിക്കാൻ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ തറക്കല്ലിടൽ കർമ്മം ഇപ്പോൾ നടക്കുന്നതാണ്. വാഹന സൗകര്യമുള്ള ആളുകൾ അവിടേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു.